ഷാനെ എത്ര മീനെ കിട്ടി? 10 മീനെയോ? ആ 10 മീനെ എവിടെ വെച്ചേക്കണേ? ഓ ഈ ബക്കറ്റിനകത്താണ് ഈ 10 മീൻ ഇരിക്കുന്നേ. എന്തേ? ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനും ഇഷാനും ഏട്ടനും കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയാട്ടോ. കറങ്ങാൻ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിത്തൊട്ടി പോവാണ്. ഇഞ്ചിത്തൊട്ടി പോയിട്ട് ഒന്ന് ചൂണ്ടിടാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അവിടെ വെള്ളം നമ്മളിപ്പോൾ നിൽക്കുവാണ്, കാരണം ഭൂതത്താൻകെട്ടിലെ ഷട്ടറൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നുണ്ട്. ഇപ്പോൾ ഇഞ്ചിത്തൊട്ടിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സൺഡേ ഒക്കെ വന്നാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും വെള്ളമൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കാനൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം. അപ്പോൾ ദേ നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് നമ്മൾ ഭൂതത്താൻകെട്ടിൽ ഷട്ടറെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടേക്ക് ഇത്രയും വെള്ളം കയറി കിടക്കുന്നത്. ഈ ടൈമിൽ വന്നാലാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. നല്ല അടിപൊളിയായിട്ട് കിടക്കുകയാണ് വെള്ളമൊക്കെ കയറിയിട്ട്. നമുക്കിവിടെ ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്പേസ് കിട്ടി. കുറച്ചൊരു തിരക്കുണ്ട്, വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇഷാൻ ആദ്യം വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞു കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് വെള്ളമൊക്കെ. നല്ല കാറ്റൊക്കെ ഉണ്ട്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? അല്ല, അപ്പം നമ്മളിവിടെ തന്നെ നമ്മൾ നിൽക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തണലൊക്കെ ഉണ്ട്, നമ്മുടെ വണ്ടി വരയ്ക്കാൻ ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും വെള്ളം കയറി കിടക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ അവിടെ ഷട്ടറെല്ലാം ക്ലോസ് ചെയ്തേക്കുന്നുണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇത്രയും അടുത്ത് വരെ വെള്ളമുണ്ട്. ഇഷാൻ എന്തായാലും ഇഷ്ടപ്പെട്ടു, കാരണം വെള്ളമുള്ള സ്ഥലം ഇഷാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ മീൻ പിടിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കാം. സൺഡേ നമ്മൾ അടിച്ചു പൊളിക്കുന്നു. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ഈ ഒരു വരവ് എൻജോയ് ചെയ്യുന്നു. ഇഷാൻ എൻജോയ് ചെയ്ത് തുടങ്ങി. നമ്മൾ രാവിലെ തന്നെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വലിയ വെയിലില്ല, വലിയ ചൂടില്ല, ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. സമാധാനമായൊരു അന്തരീക്ഷം. അപ്പോൾ അതേ ഏട്ടൻ മീൻ പിടിക്കാനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഏട്ടൻ ഇതുപോലെ മീൻ പിടിക്കാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നേരത്തേക്ക് ഒരുപാട് സമയം പോവായിരുന്നു, ഇപ്പം പോകുന്നതൊക്കെ കുറവാണ്. ഇടയ്ക്ക് ഇഷാനെയും കൂടെ നോക്കിയില്ലെങ്കിൽ ഇഷാൻ ചിലപ്പം വെള്ളത്തിൽ മൊത്തത്തിൽ ഇറങ്ങി നനയും. അതെ അതെ. ഇഷാനും ഉണ്ട് കേട്ടോ ഏട്ടനെ ഹെൽപ്പ് ചെയ്യാൻ. അതെ, അപ്പോൾ അവിടെ നിന്ന് മീനൊന്നും കിട്ടില്ല എന്ന് തോന്നിയിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോകുന്നു കേട്ടോ. 1-2 തവണ ഇട്ട് നോക്കി. പിന്നെ അവിടെ നിറച്ച് ചപ്പും ചെടികളും കൊമ്പും ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാലും വെള്ളം അവിടെ ഷട്ടർ അടച്ചുകൊണ്ട് കയറുന്ന വെള്ളമായതുകൊണ്ടേ വേസ്റ്റും കമ്പൊക്കെ ഒത്തിരി ഒരുപാടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂണ്ട അവിടെ കുരുങ്ങി പൊട്ടിപ്പോവും. അതുകൊണ്ട് നമ്മൾ അവിടെ അധികം നേരം നിന്നില്ല, അവിടെ നീ പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ബക്കറ്റൊക്കെ ഇട്ടാണ് വന്നത്. മീൻ കിട്ടിയാൽ നമുക്ക് ഇട്ടിട്ട് പോകണം, ഒരു ബക്കറ്റ് വേണമല്ലോ. ഒരു കുഞ്ഞ് ബക്കറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഫസ്റ്റ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈശ്വരമായിട്ട് നമുക്ക് ബക്കറ്റിലേക്ക് ഇടാം. നമുക്ക് രണ്ടാമത്തെ മീനെ കിട്ടി. ഏട്ടന് സന്തോഷം നോക്കി. മീൻ കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് ഒരു സന്തോഷമാണ്, അപ്പോൾ പിടിക്കുന്നവർക്ക് ഒരു സന്തോഷമാണ് കേട്ടോ. നമുക്ക് മൂന്നാമത്തെ മീനെ കിട്ടി. അങ്ങനെ നമുക്ക് 3 മീനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4ാമതൊരു ചെറിയ മീനോട് കിട്ടിയായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വന്നില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇട്ട സമയത്ത് മീൻ നമ്മുടെ ചൂണ്ടക്കുളത്തിൽ കൊളുത്തി, പക്ഷേ അത് ആ ത്രെഡ് പൊട്ടിപ്പോയി നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ മീൻ പിന്നെ പൊക്കിയെടുക്കാൻ നോക്കുന്നതും ത്രെഡ് പൊട്ടിയത് ഒരുമിച്ചായിരുന്നു. ത്രെഡ് പൊട്ടി വെള്ളത്തിൽ വീണ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റിലല്ല നമ്മൾ നിന്നിരുന്നത്. അപ്പോൾ ആ ചൂണ്ട കൊളുത്തുമായിട്ട് തന്നെ മീൻ രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ രണ്ടാമത് കെട്ടുവാണ്. ഇത് കെട്ടി നോക്കി ശരിയാവുകയാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം. എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് രണ്ടാമത് കെട്ടിയിട്ട് ഇട്ട് നോക്കുവാണ് കേട്ടോ ഇപ്പം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് നമുക്കിനി താമസിക്കേണ്ട, പാലം ഒന്ന് കാണണമല്ലോ, അപ്പോൾ അതിപ്പോൾ പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ദൗത്യം ഉപേക്ഷിച്ചു. നമ്മുടെ ഐശ്വര്യമുള്ള കൊളുത്തും കൊണ്ടാണ് നമ്മൾ മീൻ പോയത്. അങ്ങനെ നമ്മൾ അവിടുന്ന് പാലം കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞാൻ ഈശാൻ്റെ കൂടെ പാലം കാണാൻ പോകാം കേട്ടോ. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഉപ്പിലിട്ടതും സ്നാക്സും ഒക്കെ ഇവിടുന്ന് കഴിക്കാൻ, ചായ നാരങ്ങകളൊക്കെ കുടിക്കാം കേട്ടോ. ചെറിയ ചെറിയ കടകളുണ്ട് തൊട്ടടുത്തൊക്കെ തന്നെ. ഇവിടെയാണ് ഒരു ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പിടിച്ച വരാലാണ് കേട്ടോ കിടക്കുന്നത്, അതിന് കെട്ടിയിട്ടിരിക്കുവാണേ. അപ്പോൾ ആ ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മളെ പാലത്തിനടുത്തേക്ക് പോകുന്നിടത്താണ് ആ ചേട്ടൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇഞ്ചത്തൊട്ടി പാലത്തിലേക്ക് കയറാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ആ സ്റ്റെപ്പിൽ കയറിയില്ല. 1 മണിക്ക് ആറായി നമ്മൾ മീൻ പിടിച്ച് കഴിഞ്ഞുകൊണ്ട് വന്നപ്പം. അതുകൊണ്ട് നമ്മൾ ആ വെയിലത്തേക്ക് കയറണ്ടെന്ന് ഓർത്തിട്ട് കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല കേട്ടോ. ഇതെങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ആ മേടിച്ച ഐസ്ക്രീമൊക്കെ കൊണ്ട് അവിടെ വന്നിരുന്ന് പയ്യെ കാറ്റൊക്കെ കൊണ്ട് കഴിച്ചിട്ട് അവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. സൺഡേ ആയതുകൊണ്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ സൺഡേ സ്പെൻഡ് ചെയ്തത്. നല്ലൊരു സൺഡേ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണേ, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ബൈ.